Hello friends, welcome to Malayalam Architecture Tutorials. ഒരുപാട് നാളായി നമ്മുടെ ഈ ചാനലിൽ ഒരു വീഡിയോ ഇട്ടിട്ട് മറ്റൊന്നുമല്ല ഞാൻ ഓൾറെഡി നമ്മുടെ കമ്മ്യൂണിറ്റി ടാബിൽ ഒരു 2-3 മാസം മുമ്പ് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ ജോലി സംബന്ധമായിട്ട് ചെന്നൈക്ക് പോവാണ്, സോ വീഡിയോ ഉണ്ടാകില്ല എന്ന്. അപ്പം വർക്ക് തീരാൻ കുറച്ച് പാടുണ്ടായിരുന്നു, കുറച്ച് ലേറ്റായി, അതുകൊണ്ടാണ് ഇത്രയും ലേറ്റായി ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പം ഞാൻ വീട്ടിൽ വന്നിട്ടുണ്ട്, എന്നാലും എനിക്ക് വേറെ കുറച്ച് വർക്ക് കിടപ്പുണ്ട്. സോ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ചെയ്യാൻ പറ്റുമെന്ന് ഡൗട്ടാണ്, എന്നാലും ഞാൻ ടൈം കിട്ടുമ്പോഴൊക്കെ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കാം. ഓക്കെ, ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ തമ്പനിയിൽ കണ്ടു കാണും റീലിംഗ് ബിറ്റ്മാപ്പ് എങ്ങനെ നമുക്ക് ബിറ്റ്മാപ്പ് ലിങ്ക് ചെയ്യാം. നമ്മൾ ഓൾറെഡി ഡൗൺലോഡ് ചെയ്ത ഒരു മോഡലിനകത്ത് നമുക്ക് അവർ തന്നിട്ടുള്ള ബിറ്റ്മാപ്പ് നമുക്ക് എങ്ങനെ ലിങ്ക് ചെയ്യാം എന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പഠിക്കുന്നത്. വളരെ സിമ്പിളായിട്ട് ഒരു പ്ലഗിൻ യൂസ് ചെയ്ത് നമുക്കത് ചെയ്യാൻ പറ്റും. അതിനായിട്ട് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ താഴെ ഞാനൊരു ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഓക്കെ, നിങ്ങൾക്ക് അവിടുന്ന് ഡൗൺലോഡ് ചെയ്യുക. അതല്ലെങ്കിൽ ടെലിഗ്രാമിൽ നമ്മുടെ ബോട്ടിൽ അവൈലബിൾ ആണ്, അവിടുന്ന് ഡൗൺലോഡ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ഡൗൺലോഡ് ചെയ്യുക. ഡൗൺലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ റീലിംഗ് ബിറ്റ്മാപ്പ് എന്ന് പറയുന്ന ഒരു ഫയൽ കിട്ടും. ഓക്കെ, ഇത് മാത്രമേ ഉള്ളൂ, ഈ ഒരു ചെറിയ ഫയൽ മാത്രമേ ഉള്ളൂ. ഒരു 93 KB, ഓൾമോസ്റ്റ് ഒരു 100 KB-ക്കകത്തുള്ള ഒരു ഫയലേ ഉള്ളൂ, ചെറിയൊരു ഫയലാണ്. ഓക്കെ, അത് ഡൗൺലോഡ് ചെയ്യുക. ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങൾ ഒരു മോഡൽ ഡൗൺലോഡ് ചെയ്യുക. മോഡൽ എന്ന് പറയുമ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു മോഡൽ, നമുക്കിപ്പോൾ 3ds Maxൻ്റെ ഏതെങ്കിലും ഒരു മോഡൽ ഡൗൺലോഡ് ചെയ്യുക. അപ്പോൾ ഞാനിവിടെ ബെഡ് എന്ന് പറയുന്ന ഒരു മോഡൽ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനകത്ത് വീറെ കൊറോണ അങ്ങനെ 2 ഫയൽ കിടപ്പുണ്ട്, അതുപോലെ തന്നെ OBJ ഫയലും കിടപ്പുണ്ട് ഈ മോഡലിൽ. അപ്പോൾ ഞാനിപ്പോൾ വീറെ യൂസ് ചെയ്തിട്ടാണ് അത് റെൻഡർ ചെയ്യുന്നത്, സോ ഞാൻ വീറെ യൂസ് ചെയ്യുകയാണ്. ഓക്കെ, അപ്പോൾ ഞാൻ വീറെ ഇവിടെ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അന്ന് റെൻഡറും ചെയ്തു, കണ്ടില്ലേ. അപ്പം ഞാൻ ആ ബെഡ് ഓപ്പൺ ചെയ്തു, അത് റെൻഡർ ചെയ്തപ്പം ഉള്ള ഫോട്ടോയാണിത്. ഓക്കെ, അപ്പം ഇതിനകത്ത് മെറ്റീരിയൽ ഒന്നും വന്നിട്ടില്ല, ജസ്റ്റ് പ്ലെയിൻ ആണ്, ഫുൾ വൈറ്റ് പിന്നെ ഒരു ഗ്രേ. ഓക്കെ, അപ്പോൾ ഞാൻ റെൻഡർ ചെയ്ത് വെച്ചേക്കാണ്. അപ്പോൾ ഞാൻ വീണ്ടും മിനിമൈസ് ചെയ്തു. ഇനി നമുക്ക് ആ ലിങ്ക്, ആ പ്ലഗിന് നമുക്ക് എങ്ങനെ യൂസ് ചെയ്യാം എന്ന് നോക്കാം. അതിനായിട്ട് നിങ്ങൾ 3ds Max ഓപ്പൺ ചെയ്യുക, സ്ക്രിപ്റ്റിംഗ് ചെല്ലുക. സ്ക്രിപ്റ്റിംഗ് ചെന്നിട്ട് നിങ്ങൾക്ക് താഴെ റൺ സ്ക്രിപ്റ്റ്, ന്യൂ ഉണ്ട്, ഓപ്പൺ ഉണ്ട്, റൺ ഉണ്ട്. അതിനകത്ത് റൺ സ്ക്രിപ്റ്റ് കൊടുക്കുക. റൺ സ്ക്രിപ്റ്റ് കൊടുത്തിട്ട് എവിടെയാണോ നിങ്ങളുടെ ആ റീലിംഗ് ബിറ്റ്മാപ്പ് എന്ന് പറയുന്ന ഡൗൺലോഡ് ചെയ്തിരിക്കുന്ന ആ ഫയൽ കിടക്കുന്നത് ജസ്റ്റ് സെലക്ട് ചെയ്യുക, ഓപ്പൺ കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇൻസ്റ്റാൾഡ് എന്ന് പറഞ്ഞ് വന്നിട്ടുണ്ട്, ഓക്കെ കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഇൻസ്റ്റാൾഡ് ആയിട്ടുണ്ട്, നമ്മുടെ ആ പ്ലഗിന് ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. സോ നമുക്കത് വേണം, അത് ഇനി കാണണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ നേരെ കസ്റ്റമൈസിൽ ചെല്ലുക, കസ്റ്റമർ യൂസർ ഇൻ്റർഫേസിൽ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അവിടെ നിങ്ങൾക്ക് ഇങ്ങനെ ആയിരിക്കും വരുന്നത്: കീബോർഡ്, മൗസ്, ടൂൾ ബാർ, കോഡ്സ്, മെനൂസ്, കളേഴ്സ്. ഓക്കെ, അതിനകത്ത് നമുക്ക് വേണ്ടത് ടൂൾബാറിലാണ് നമുക്ക് നമ്മുടെ ആ റീലിംഗ് ബിറ്റ്മാപ്പ് എന്ന് പറയുന്ന ആ ഒരു ടൂൾ വേണ്ടത്. സോ ടൂൾ ബാറിൽ ക്ലിക്ക് ചെയ്യുക, അവിടുന്ന് മെയിൻ മെനു. ഓക്കെ, ഗ്രൂപ്പ് എന്ന് പറയുന്നത് മെയിൻ UI ആയിരിക്കണം. സോ നെക്സ്റ്റ് കാറ്റഗറി എന്ന് പറയുന്നത് ColinScripts എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് നമ്മുടെ റീലിംഗ് ബിറ്റ്മാപ്പ് എന്നുള്ളത് അവിടെ വന്ന് കിടക്കും. ഓക്കെ, ജസ്റ്റ് എന്നിട്ട് അത് ക്ലിക്ക് ചെയ്തിട്ട് ഡ്രാഗ് ചെയ്യുക, നമ്മുടെ ടൂൾ ബാറിൽ ഇങ്ങനെ പ്ലേസ് ചെയ്യുക. കണ്ടില്ലേ, അവിടെ വന്നിട്ടുണ്ട്. ദെൻ ക്ലോസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മുടെ ആ ടൂള് അവിടെ വന്നിട്ടുണ്ട്, നിങ്ങൾക്കിപ്പോൾ കാണാൻ പറ്റും. നമ്മുടെ റീലിംഗ് ബിറ്റ്മാപ്പ് അവിടെ വന്നിട്ടുണ്ട്. ഓക്കെ, ജസ്റ്റ് ക്ലിക്ക് ചെയ്യാമെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനൊരു ഡയലോഗ് ബോക്സ് ഓപ്പൺ ആയിട്ട് വരും. ഇത് ക്ലോസ് ചെയ്യുക. ഓക്കെ, ഇതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് നോർമലി ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഫയൽസിൽ ചെല്ലാം, അവിടുന്ന് റെഫറൻസിനകത്ത് അസറ്റ് ട്രാക്കിംഗ് ടൂൾ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അത് വെച്ചിട്ട് നമുക്കിതൊക്കെ ലിങ്ക് ചെയ്യാം. പക്ഷേ അതിനെക്കാട്ടി യൂസ്ഫുൾ ആണ് നമ്മുടെ ഈ ബിറ്റ്മാപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, റീലിംഗ് ബിറ്റ്മാപ്പ് എന്ന് പറയുന്ന ഈ ഒരു ടൂൾ എന്ന് പറയുന്നത്. ഇതിനകത്ത് ഞാൻ ഓപ്പൺ ചെയ്തപ്പോൾ തന്നെ മിസ്സിംഗ് ഫയൽ കാണിക്കുന്നുണ്ട്. കണ്ടോ, ഇത്രയും നമ്മുടെ മിസ്സിംഗ് ഫയലാണ്. അതായത് ഞാനിപ്പോൾ ഓപ്പൺ ചെയ്തിരിക്കുന്ന ഈ ഒരു ബെഡിൻ്റെ മിസ്സിംഗ് ഫയൽസാണ് ഇത്രയും. ഓക്കെ, നമുക്കത് ഇനി റീലിങ്ക് ചെയ്യാൻ പറ്റും. അതെങ്ങനെ റീലിങ്ക് ചെയ്യാം എന്നാണ് നമ്മൾ നോക്കുന്നത്. അതിന് മുമ്പ് ഇതിൻ്റെ കുറച്ച് ടൂൾസിനെ കുറിച്ച് പറയാം. ഇത് നമ്മുടെ ഡയറക്ടറിയാണ്. ഓക്കെ, മിസ്സിംഗ് ഫയൽ എവിടെയാണ്? ഡയറക്ടറി. സോ അതിൻ്റെ താഴെ നമുക്ക് മെറ്റീരിയൽ ഫൈൻഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, നമുക്കിനി ചെയ്യാനുള്ളത് ഇവിടെ ബ്രൗസ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്, കണ്ടില്ലേ. ബ്രൗസിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമ്മുടെ ആ ബെഡിൻ്റെ ഞാനിപ്പോൾ കാണിച്ചു തരാം. ഫർണിച്ചർ, ബെഡ്സ്. ഓക്കെ, മോഡേൺ ബെഡ്, കണ്ടില്ലേ. അതിനകത്ത് ബെഡ് മാപ്പ് എന്നും പറഞ്ഞാൽ, അല്ലെങ്കിൽ ബിറ്റ് മാപ്പ് എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുമ്പം ഒരു ഫോൾഡർ കിട്ടും. ഓക്കെ, ആ ജസ്റ്റ് ഫോൾഡർ ഓപ്പൺ ചെയ്യുക, സെലക്ട് ഫോൾഡർ കൊടുക്കുക. ഫോൾഡർ കൊടുത്തിട്ട് റീലിങ്ക് കൊടുത്താൽ മാത്രം മതി. കണ്ടില്ലേ, ഇവിടെ ഫോൾഡർ സെലക്ട് ചെയ്യുക, റീലിങ്ക് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഓൾറെഡി മിസ്സിംഗ് ആയിട്ടുള്ള എല്ലാ എലമെൻസും, ഇപ്പം ഞാൻ ആ ബെഡിൻ്റെ എന്തൊക്കെ മിസ്സിംഗ് ആയിട്ടുണ്ടോ ആ എലമെൻറ്റ്സ് എല്ലാം ഇവിടെ ലിങ്ക് ആയിട്ടുണ്ട്. കണ്ടില്ലേ, വളരെ സിമ്പിളാണ്. ക്ലോസ് ചെയ്യാം.
ക്ലോസ് ചെയ്തിട്ട് നിങ്ങൾ നോക്കുന്നുണ്ടേ, നമുക്ക് നേരത്തെ ഈ മെറ്റീരിയലൊന്നും സെപ്പറേറ്റ് കൊടുക്കേണ്ട ഒരു കാര്യമില്ല. ജസ്റ്റ് നിങ്ങൾ റീലിങ്ക് ബിറ്റ്മാപ്പ് ഓപ്പൺ ചെയ്യുക, നിങ്ങളുടെ ഡൗൺലോഡ് മെറ്റീരിയൽസിൻ്റെ ആ ഒരു ബിറ്റ്മാപ്പ് ഫോൾഡർ സെലക്ട് ചെയ്ത് കൊടുക്കുക, റീലിങ്ക് ചെയ്യുക. കണ്ടില്ലേ? ഇത് നമുക്കിത് റെൻഡർ ചെയ്ത് നോക്കാം. ഓക്കെ, ഇത് നമ്മൾ കൊടുത്തിരിക്കുന്ന മെറ്റീരിയൽസ് റെൻഡറായിട്ട് വരുന്നുണ്ട്. മനസ്സിലായില്ലേ? അപ്പോൾ ഇത്രയേ ഉള്ളൂ കാര്യം. വളരെ സിമ്പിളാണ്. നിങ്ങൾക്ക് ഒരുപാട് ടൈമൊന്നും സ്പെൻഡ് ചെയ്യേണ്ട കാര്യമില്ല. നമ്മുടെ ഡൗൺലോഡ് ചെയ്യുന്ന, അതായത് ഞാൻ ഇപ്പോഴും റിപ്പീറ്റ് ചെയ്യാണ്, ഡൗൺലോഡ് ചെയ്യുന്ന ഫോൾഡറിനകത്ത് നിങ്ങൾക്ക് മെറ്റീരിയൽ ഉണ്ടെങ്കിൽ മാത്രമേ ഇങ്ങനെ ലിങ്ക് ചെയ്യാൻ പറ്റൂ. അതായത് നിങ്ങളിപ്പം ഓൺലൈനിൽ നിന്ന് ബൈ ചെയ്യുക, അതല്ലെങ്കിൽ ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യുക. ഇതിനകത്തെല്ലാം നിങ്ങൾക്ക് ചിലപ്പം ഇതുപോലത്തെ മെറ്റീരിയൽസ് കാണും. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ലിങ്ക് ചെയ്യാൻ പറ്റിയ ഒരു ബെസ്റ്റ് മെത്തേഡാണ് റീലിങ്ക് ബിറ്റ്മാപ്പ്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങളവിടെ നിന്ന് യൂസ് ചെയ്യുക, ഡൗൺലോഡ് ചെയ്യുക, യൂസ് ചെയ്യുക. ഓക്കെ, അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോയിൽ. ഞാൻ മാക്സിമം പറയാൻ ശ്രമിച്ചിട്ടുണ്ട്. വലിയ കാര്യമൊന്നുമില്ല, ഇത്രയൊക്കെ അറിഞ്ഞാൽ മതി നമുക്കിതിനെക്കുറിച്ച്. പിന്നെ മാക്സിമം ഞാൻ ഒരു വീഡിയോ ചെയ്യാൻ ശ്രമിക്കാം. ഉറപ്പ് പറയുന്നില്ല, എന്നാലും ചെയ്യാൻ ശ്രമിക്കാം. ഓക്കെ, അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോയിൽ. ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു.